നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഉൾപ്പെടെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും വർഷങ്ങളായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ വീഡിയോസും എൻ്റെ സ്റ്റോക്ക് ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ളതല്ല. ഞാനൊരു കസ്റ്റം ക്യാമറ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അത് ഏത് ആപ്ലിക്കേഷനാണെന്ന് ഞാൻ ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിലൂടെ റിവീൽ ചെയ്യാൻ പോവുകയാണ്. അതൊരു കുറച്ച് പഴയ ആപ്ലിക്കേഷനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ ഒരു ആപ്ലിക്കേഷൻ. ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് ലൂമിയോ ക്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറ്റ് ആപ്ലിക്കേഷനിലേക്ക് പോകാൻ നോക്കിയാലും 2 ദിവസം കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിലേക്ക് വരും. കാരണം അത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു അതെന്തുകൊണ്ടാണെന്നുള്ളതായിരിക്കും ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു EYESOPEN. ഇറ്റ്സ് മീ അൻഷാദ് N Nizar. ലെറ്റ്സ് ഇൻട്രോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിനകത്ത് നമുക്ക് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. അതിനകത്ത് പ്രോ മോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. പ്രോ മോഡ് എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത പോയിന്റുകളിൽ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മാനുവലായിട്ട് നമുക്ക് വീഡിയോയിലെ സെറ്റിങ്സുകൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇത്രയും ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നുള്ള റീസൺ ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകളിൽ ഒരു പോയിന്റാണ്. അത് ഞാൻ ആ പോയിന്റ് എത്തുമ്പോൾ പറയാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പ്രോ മോഡ് എനേബിൾ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ മാനുവലായിട്ടുള്ള ISO, ഷട്ടർ സ്പീഡ്, വൈറ്റ് ബാലൻസ്, ഫോക്കസ് എന്നിവ സെറ്റ് ചെയ്യാം. നമ്മളുടെ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെയാണ് ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ സെറ്റിങ്സുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ സൈഡിൽ 2 അറ്റത്തായിട്ട് നമുക്ക് ഈ ഒരു ബാർ കാണാൻ പറ്റും. ഇതിൽ ഒന്ന് നമ്മളെ ഫോക്കസ് സെറ്റ് ചെയ്യാനുള്ളതാണ്, അതുപോലെ ഒന്ന് നമുക്ക് ഈ ISO, ഷട്ടർ സ്പീഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ക്യാമറ എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെയാണ് ഇതിൻ്റെ ബട്ടൺസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടും, കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഈ MEAE എന്നുള്ള ഈ ബട്ടൺ ഉണ്ടല്ലോ, AE എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്യാമറ തന്നെ സെറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് സെറ്റിങ്സ് ആണ്. അതുപോലെ തന്നെ ME എന്ന് പറയുമ്പോൾ മാനുവലാണ്. അപ്പോൾ മാനുവലായിട്ടുള്ള നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് MEയിലോട്ട്. അപ്പോൾ നിങ്ങൾ MEയിലേക്ക് ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു 2 സ്ലൈഡർ കാണും. അതിൽ ഒന്ന് ISOയും ഒന്ന് ഷട്ടർ സ്പീഡുമാണ്. അപ്പോൾ ISOയും ഷട്ടർ സ്പീഡും കറക്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ISO മാക്സിമം കുറച്ചിടാൻ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ടും നിങ്ങൾക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നിങ്ങളുടെ ISO കുറച്ച് കൂട്ടിയിട്ട് ഷട്ടർ സ്പീഡ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്തതിന് ശേഷം, അതായത് ISOയും ഷട്ടർ സ്പീഡും ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സൈഡിലേക്ക് വരുന്നതാണ് ഫോക്കസ്. അത് നമ്മളുടെ ഓട്ടോ ഫോക്കസും മാനുവൽ ഫോക്കസുമാണ്, AFും MF എന്ന് പറയുന്നത്. അപ്പോൾ MFയിലേക്ക് നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ നമുക്കത് സ്ലൈഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് മോഡുകളുണ്ട്. അതായത് നമ്മൾ ഈ മാക്രോ ഒക്കെ ഫോക്കസ് ചെയ്യുന്ന പോലെ കുറച്ച് പ്രീസെറ്റ് മോഡുകളുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. എപ്പോഴും ഞാൻ പറയുന്നത് മാനുവൽ ഫോക്കസ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനേ പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മൾ തൊട്ട് താഴെ നമ്മളെ വൈറ്റ് ബാലൻസിൻ്റെ AWB എന്നുള്ള ആ ഒരു ഇത് കാണാൻ പറ്റും, ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൂറസെൻ്റ് അങ്ങനെ നമ്മളുടെ എല്ലാ വൈറ്റ് ബാലൻസ് മോഡുകളും അതിനകത്ത് കിട്ടും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് സെറ്റ് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആപ്ലിക്കേഷൻ എന്നെ മറ്റേതൊരു ആപ്ലിക്കേഷനിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെടുത്തുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെയാണ് ഫ്രെയിം സെറ്റ് ചെയ്യാനുള്ള ആ ഒരു ഈസിനെസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വ്യൂ ഫൈൻഡർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡിസ്പ്ലേ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരു ചെറിയ ബോർഡറായി കൊടുത്തിട്ട് ചെറിയൊരു ബോക്സ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റൂൾ ഓഫ് തേർഡ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു സ്ക്വയറിനകത്ത് എവിടെ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യണമെന്നൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവും. പെട്ടെന്ന് ഈസി ആയിട്ട് കത്തും. അതാണ് നമ്മളുടെ ഈ ഒരു വ്യൂ ഫൈൻഡർ തന്നെയാണ് എന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പല്ല, ജസ്റ്റ് റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുക. ഈ കാണുന്ന ആ റെഡ് ബട്ടണാണ് നമ്മളെ റെക്കോർഡ് ബട്ടൺ. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയ സ്ക്രീനിനകത്ത് അത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെക്കോർഡിംഗ് പ്രോസസ്സ് കഴിയുമ്പോൾ ആ ബട്ടണിൽ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ
നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വീഡിയോ സേവ് ആയി കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ലോഗും അതുപോലെ തന്നെ പ്രൊഫൈലുകളുണ്ടല്ലോ, നമുക്ക് ആ ഒരു പ്രൊഫൈലും ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാണ്. പഴയ ഒരു ആപ്ലിക്കേഷനാണ്, ഇതിന് പുതിയ അപ്ഡേറ്റുകളോ അങ്ങനെ ഒന്നുമില്ല. ഇതൊരു പഴയ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ള ഒരേ ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഇതിൻ്റെ എന്നല്ല ഏതൊരു ആപ്ലിക്കേഷൻ്റെ നമ്മളൊരു കസ്റ്റമർ ആപ്ലിക്കേഷൻ എടുക്കുന്ന ഏതൊരു ആപ്ലിക്കേഷൻ്റെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹാൻഡ് ഹെൽഡ് ആയിട്ട് എടുക്കുമ്പം നമുക്ക് അത്രയ്ക്കൊന്നും കിട്ടത്തില്ല. ഞാൻ എപ്പോഴും ഒന്നുകിൽ സ്റ്റാൻഡ് വെച്ചായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും ഒരു നമ്മൾ ട്രൈപോഡ് യൂസ് ചെയ്തിട്ട് ഗൊറില്ല പോഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സെൽഫ് വീഡിയോസൊക്കെ ഷോർട്ട് ഫിലിം ആയാലും എന്തായാലും എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സ്റ്റെബിലൈസേഷൻ ഇതിലൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കയ്യിൽ കൊണ്ടുവരുന്ന വ്ളോഗൊക്കെ സ്റ്റെബിലൈസർ ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ യൂസ് ചെയ്യുക. അതല്ല നിങ്ങൾ എവിടെയും വെച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യുക. പിന്നെ മൈക്കിൻ്റെ ക്വാളിറ്റി, ഇതിൽ മൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല വൃത്തിയായിട്ട് ക്യാപ്ചർ ചെയ്യും, നല്ലപോലെ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ലൂമിയോ ക്യാം. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഇത്. പ്രൊമോഷനൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ എടുത്ത് യൂസ് ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾ വേണമെങ്കിൽ പ്ലേ സ്റ്റോറിലെ വർഷം എടുത്ത് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഇടിവട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഇടിവട്ട് വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോ കാണാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് നിസാർ.